السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وصلي على آله وأصحابه أجمعين. أما بعد. അപ്പോൾ നമ്മൾ ഇൽഹഖി ബി അഹ്ലികി എന്ന ഭാഗമാണ് പറഞ്ഞു വെച്ചത്. കിനായാത്തു ത്വലാഖിലെ ഇൽഹഖി ബി അഹ്ലികി എന്ന ഭാഗം. അടുത്തതായി ഹബലുക്കി അലാ ഗാരിബിക്കി. കിനായത്തിൻ്റെ മറ്റൊന്നാണ് ഹബലുക്കി അലാ ഗാരിബിക്കി. ലാ അന്തഹു സർബക്കി. ഹബലുക്കി അലാ ഗാരിബിക്കി എന്നതും ശേഷം പറയുന്ന ലാ അന്തഹു സർബക്കി എന്നതും രണ്ടും ഒരു പ്രയോഗമാണ് അറബി ഭാഷയിൽ, ഭാഷാപ്രയോഗം. അപ്പോൾ അതിൻ്റെ ആശയം, അതായത് അതിൻ്റെ ഉദ്ദേശാർത്ഥം ഉണ്ടാവും, പിന്നെ വാക്കർത്ഥവും. ഈ വാക്കർത്ഥവും ഉദ്ദേശാർത്ഥവും തമ്മിലുള്ള ബന്ധവും അത് മനസ്സിലാക്കും. ഹബലുക്കി അലാ ഗാരിബിക്കി. ഹബൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കയറുന്നതാണ്. ഗാരിബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ ഒക്കെ ലഹർ പുറം ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പിരടിയുടെ ആ ഭാഗത്തിനാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ആദ്യം എൻ്റെ ആശയാർത്ഥം, ഹബലുക്കി അലാ ഗാരിബിക്കി എന്ന് പറഞ്ഞാൽ ഖല്ലൈതു സബീലക്കി, നിന്റെ വഴിക്ക് വിട്ടിരിക്കുന്നു. അതാണ് അത് ത്വലാഖിൽ കിനായത്താണെന്ന് പറയാൻ കാരണം. നിന്റെ വഴിക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ അത് ത്വലാഖിൽ കിനായത്താണ് എന്ന് പറയാനുള്ള കാരണം. നിന്റെ വഴിക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ ഈ പോയി പണി വയ്ക്കോ എന്ന അർത്ഥത്തിലാവാം, ഓളെ മറ്റേ ഒഴിവാക്കിയത് കൊണ്ടാവാം. ഇനി അതല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പ്രയോഗിക്കുമല്ലോ, ചില പ്രത്യേക സാഹചര്യം, അങ്ങനെയും ആവാം. അപ്പോൾ അത് ത്വലാഖിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ത്വലാഖ്, അല്ലെങ്കിലോ ത്വലാഖാകൂല്ല. ഐ ഖല്ലൈതു സബീലക്കി, ഇതാണ് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം. ഇനി അത് വിശദീകരിച്ച് കമാ യുഖ്ലൽ ബഈറു, ഇഖ്ലാ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഖല്ലാ യുഖല്ലി ആണെങ്കിൽ കമാ യുഖ്ലൽ ബഈർ, ഒട്ടകത്തെ ഒഴിവച്ചുടപ്പെടുന്നത് പോലെ, ഫിസ്സഹ്റാ മരുഭൂമി, ഏതവസ്ഥയിൽ, വസിമാമുഹു അതിൻ്റെ മൂക്കുകയർ കടിഞ്ഞാൽ, അലാ ഗാരിബിഹി അതിൻ്റെ ഗാരിബിമ്മൽ ആയ നിലക്ക്. ഗാരിബ് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുവ. ഗാരിബ് എന്ന് പറഞ്ഞാൽ മാ തഖദ്ദമ മിനൽ ലഹരി വർത്തഫഅ മിനൽ ഉനുഖി. ഞാൻ നേരത്തെ പറഞ്ഞു, പുറം ഭാഗം ഇങ്ങനെ മുന്തി നിൽക്കുന്ന, മുന്നോട്ട് തള്ളി നിൽക്കുന്ന പുറം ഭാഗം, വർത്തഫഅ മിനൽ ഉനുഖി, ഉനുഖിനാൽ ഉയർന്നു നിൽക്കുന്ന, അപ്പോൾ മുന്നോട്ട് തള്ളി നിൽക്കുന്ന പുറം, അതുപോലെ പിരടിയുടെ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗം, ഒട്ടകത്തെ സങ്കല്പിച്ചാൽ മനസ്സിലാവും. ആ ഭാഗത്തിനാണ് ഗാരിബ് എന്ന് പറയാൻ പിറകു വശം എന്നർത്ഥം. സിമാമ് അങ്ങോട്ടിട്ടിട്ട് ഒട്ടകത്തെ ഒഴിച്ചിടപ്പെടുന്നത് പോലെ ലിയറാ കൈഫ യശാ, അതെങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മേഞ്ഞ് നടക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതൊരു അറബികളുടെ, നമുക്കറിയാം അറബി ഭാഷയിൽ പല പ്രയോഗങ്ങളും ഉണ്ടായത് ഒട്ടകങ്ങളും മരുഭൂമികളിൽ നിന്നൊക്കെ. അത് ഇസ്മുൽ ലുഗത്തുൽ അറബിയ്യ ചർച്ച ചെയ്യേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അവിടെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് പറയുന്നത്. അപ്പോൾ ഒട്ടകത്ത് മേയാൻ വിടുമ്പോൾ സിമാമ് എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണം. അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ സിമാമ് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ ഒട്ടകത്തിൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്ന രീതിയിലായിരിക്കും സിമാമിൻ്റെ അതിൻ്റെ ഒറിജിനൽ രൂപം ഉണ്ടാകുക. അതിന് മുന്നിൽ ഇങ്ങനെ കാണാം. അത് പോകുമ്പോഴും കടിഞ്ഞാൽ പിടി, അതിൻ്റെ രീതി അങ്ങനെയാണ്. അറബികൾക്കൊരു സ്വഭാവമുണ്ട്, ഒട്ടകത്തെ മേയാൻ വേണ്ടി സ്വതന്ത്രമായി എവിടെയെങ്കിലുമൊക്കെ വിശ്രമിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഒട്ടകത്തെ സ്വതന്ത്രമായി മേയാൻ വിടുകയാണെങ്കിൽ, സാധാരണ നമ്മളൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഉദാഹരണം പറയാം. കുറച്ച് കുട്ടികൾ മാനിപ്പാടത്തൊക്കെ ഇറങ്ങും. ഈവനിങ് വൈകുന്നേരം ഇങ്ങനെ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് നടക്കാറില്ല. മുമ്പിൽ രണ്ട് ഉസ്താദുമാർ ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ട് ഉസ്താദുമാർ ഒന്നും പറഞ്ഞിട്ടല്ല, എന്നാലും രണ്ട് ഉസ്താദുമാരുടെ സാന്നിധ്യം മുമ്പിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ
കുട്ടികൾക്ക് ഒരു നിയന്ത്രണം, നമ്മൾ ആരോ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു നിയന്ത്രണം ഫീൽ ചെയ്യും. അതൊരു സ്വാഭാവികതയാണ്, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. സംഗതി ഉസ്താദന്മാരൊന്നും പറഞ്ഞിട്ടല്ല, ഉസ്താദന്മാരൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ആ സാന്നിധ്യം, അതൊരു കൺട്രോളിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടറിഞ്ഞുകൊണ്ട് ഉസ്താദന്മാരും എല്ലാം മാറിയിട്ട് പോലെ കുട്ടികൾ കാണാത്ത ബാക്കൊക്കെ ഒരിക്കലൊക്കെ മാറിക്കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് നോക്കുമ്പോൾ ഉസ്താദന്മാരെ കാണില്ല. അപ്പോൾ അവർക്കൊരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യും. സ്വാതന്ത്ര്യം ഫീൽ ചെയ്താൽ ഓരോന്നും ചെയ്തിട്ടൊന്നുമല്ല, എന്നാലും നമ്മളെ ഒരു കൺട്രോൾ, ഇപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടൊക്കെ നടക്കാം എന്നൊരു സ്വാതന്ത്ര്യമുള്ള പോലെ ഫീൽ ചെയ്യും. അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ ഈ കടിഞ്ഞാണ് മുന്നിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒട്ടകത്തിന് സ്വാഭാവികമായും ഒരു നിയന്ത്രണം, ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് എന്നൊരു ഫീലിംഗ് ഉണ്ട്, സ്വാഭാവികത. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഒരു സൈക്കോളജി മാത്രമല്ല. അപ്പോൾ സ്വതന്ത്രമായി മേയാൻ വിടുമ്പോൾ ഈ ഒരു ഫീലിംഗ് ഒട്ടകത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി അവർ ചെയ്തൊരു സിസ്റ്റമാണ് ഈ സിമാം അതിൻ്റെ മുമ്പിൽ നിന്ന് പിറകിടും, അതിൻ്റെ പെരടിമക്കിടും. ഇപ്പോൾ അതിൻ്റെ മുമ്പിൽ ആ കൺട്രോൾ ആ സിമാം കാണുന്നില്ല. അപ്പോൾ അതിനൊരു സ്വാതന്ത്ര്യമുള്ള പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരു രീതി അറബികൾക്കുണ്ടായിരുന്നു. അതാണ് ഹബിലുക്കി അല ഗാരിബിക്കി എന്ന ഒരു ഭാഷാ പ്രയോഗം. എത്ര മനോഹരം! നിന്റെ നിന്റെ വഴിക്ക് ഒഴിച്ചിട്ടിരിക്കുന്നു, ഞാൻ എന്താ ചെയ്തോ, സ്വതന്ത്രമായിട്ട് പോയിക്കോ എന്ന അർത്ഥത്തിൽ ഭാഷയിൽ അങ്ങയുടെ പ്രയോഗത്തിന് സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട്. ആ പ്രയോഗത്തിൻ്റെ ഉത്ഭവമാണ് ഞാൻ പറഞ്ഞത്, വിശദീകരിച്ചത്. ഇപ്പോൾ അതിൻ്റെ ആശയാർത്ഥം ഹല്ലയത്തു സബീലയ്ക്ക് എന്നുള്ളതാണ്. ത്വലാഖിൻ്റെ ബാബിലെ കിനായത്താണ്. മനസ്സിലായല്ലോ? അടുത്തത് ലാ അന്തഹു സർബക്കി. സിർബല്ല, സർബാണ്. സിർബ് പഠിച്ചിട്ടുണ്ടോ? സിർബൽ ഖത ഹൽ മയ്യുഇറു ജനാഹു പഠിച്ചിട്ടുണ്ട്. സർബ് എന്താണെന്ന് വിശദീകരിക്കും. ഇതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആശയാർത്ഥം ഉണ്ടാവും, ഒരു പദാർത്ഥവും. പിന്നെ ആ പദാർത്ഥവും ആശയാർത്ഥവും തമ്മിൽ ബന്ധമുണ്ട്. ആദ്യ ആശയാർത്ഥം പറയണം. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, ഇതിൻ്റെ പ്രയോഗം എന്താ? ലാ അഹ്തമു ബിശൈഇകി, ലാ അഹ്തമു ബിശൈഇകി, നിൻ്റെ കാര്യമൊന്നും ഞാൻ ഇനി മുഖവിലക്കെടുക്കുന്നില്ല, അത് ഞാൻ മൈൻഡാക്കുന്നില്ല. മൈൻഡാക്കുക കാസർഗോഡ് ഭാഷയിൽ ഞാൻ മൈൻഡാക്കുന്നില്ല, ഞാൻ ഇത് പരിഗണിക്കൂല എന്നാണ്. അപ്പോൾ ഓള വൈക്ക് വിട്ടു എന്നാവാം. ഇനി അതല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങനെ പറയും ചിലപ്പോൾ ഒക്കെ. അതുകൊണ്ടിപ്പോൾ തൊലാക്കാകണമെന്നില്ല. അപ്പോൾ തൊലാക്ക് ഉദ്ദേശിച്ചോ തൊലാക്കാവും, ഇല്ലേ ഒന്നും സംഭവിക്കൂല. അതാണ് കിനായത്താന്ന് പറയാൻ കാരണം. ലാ അഹ്തമു ബിശൈഇകി എന്നുള്ളതാണ് ആ വാക്കിൻ്റെ ഉദ്ദേശം. ഇനി ആ അർത്ഥം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അടുത്ത വിശദീകരണം. വസ്സർബു, സർബ് എന്ന് പറഞ്ഞാൽ ബി ഫത്ഹി സീനി വസുക്കൂനി റായി സ അൽ ഇബിലു വമാ യുർആ മിനൽ മാലി, അതാണ് സർബിൻ്റെ അർത്ഥം. അന്തഹു എന്ന് പറഞ്ഞാലോ അസ്ജുറു എന്നതാണ്. അൽ ഇബിലു ഒട്ടകം, വമാ യുർആ, വമാ യർആ എന്നല്ല കേട്ടോ, ഒട്ടകം മേഞ്ഞ് നടക്കുന്ന സമ്പത്ത് എന്നല്ല, ഒട്ടകം സമ്പത്ത് മേഞ്ഞ് നടക്കില്ല. വമാ യുർആ, റാ അല്ലെങ്കിൽ റാ, അതിൻ്റെയൊക്കെ അസ്ലുമാത്ത റാ ആണ്. വമാ യുർആ പരിഗണിക്കപ്പെടുന്നു, മുഖവിലക്കെടുക്കപ്പെടുന്നു, മിനൽ മാലി, മാലിൽ നിന്ന്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഒട്ടകം അല്ല, നമുക്ക് ആട്, കോഴി, ഓരോ വീട്ടിലുണ്ടാകുന്ന ഓരോ മാലുകളാണ്. ആട്, കോഴി, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. പിന്നെ നനച്ചു കൊടുക്കേണ്ടൊക്കെ സാധനങ്ങളുണ്ടാവും ഒരാളെ പറമ്പിൽ. അങ്ങനെ പല സാധനങ്ങളുണ്ടാവും. ഇങ്ങനെ ഒരു പരിഗണന കൊടുക്കപ്പെടുന്ന ഏത് മാലിനും പറയപ്പെടുന്നൊരു വാക്കാണ് സർബ്. ഇബിലാണ് മെയിൻ. അപ്പോൾ നമുക്ക് ആ മെയിനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ സാധാരണ വളർത്തുന്ന മൃഗങ്ങൾ ആട്, കോഴി. ഒരു ഉദാഹരണം എടുക്കാം. അന്തഹു എന്ന് പറഞ്ഞാൽ അസ്ജുറു. അസ്ജുറു പറഞ്ഞാൽ ആട്ട എന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കിയത്. അവിടെയും ഒരു ഭാഷാ സൗന്ദര്യമുണ്ട്, ഒരു ഭാഷാ സൗന്ദര്യം. സജറ എന്ന് പറഞ്ഞാൽ ആട്ട എന്നാണ്. സജറ എന്ന് പറഞ്ഞാൽ ആട്ട എന്നാണ്. ആട്ടിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഒരാളുടെ പറമ്പിലേക്ക് മറ്റൊരാളുടെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ മറ്റൊരാൾ വേണ്ട, ഒരാളുടെ പറമ്പിലേക്ക്
പിന്നെ എന്താ പറയുക, കൃഷി തിന്നാനോ നശിപ്പിച്ചോ അല്ലെങ്കിൽ തെങ്ങിൻ തൈ തിന്നാനൊക്കെ മറ്റൊരു അയൽവാസിയുടെ നിന്നൊക്കെ വല്ല ആടോ എന്തെങ്കിലുമൊക്കെ വരികയാണ്. അല്ലെങ്കിൽ പച്ചക്കറിൻ്റെ ഉള്ളിലേക്ക് കോഴി കയറുകയാണ്. അപ്പോൾ ആ കോഴിനെ ആട്ടാൻ പറ്റും. അപ്പം നമ്മൾ ആട്ടും. അത് ആട്ടലാണ്. ഒരു മഗ്‌രിബിൻ്റെ അടുത്ത സമയമൊക്കെ എത്തുമ്പോൾ ഉമ്മ ചിലപ്പം വിളിച്ചാൽ അല്ലെങ്കിൽ വല്യമ്മ വിളിച്ചറിയുമ്പോൾ ആ പേരക്കുട്ടികളോട് കുട്ടികളെ ആ കോഴിക്കളൊക്കെ ഒന്ന് ആ കോഴിക്കളൊക്കെ ഒന്ന് ആട്ടി തൊളിച്ച് കൊടുന്നാണ്, അല്ലെങ്കിൽ ആടാളത് അവിടെ ഇവിടെ നടക്കുക, ഏറ്റങ്ങളൊന്ന് ആട്ടി തൊളിച്ച് കൊടുന്നാണ്. ആട്ടി തൊളിക്കുക അത് പറയും. ആട്ടി തൊളിക്കുക പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്, ആട്ടുക പറഞ്ഞാൽ അങ്ങോട്ട് ആട്ടി വിടുക. ഇത് രണ്ടിനും ആട്ടുക എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കൂടെ തൊളിക്കുക എന്ന് ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടിനും അറബിയിൽ സജറ എന്ന് പറയും. അങ്ങനെ തന്നെയാണ്. ഖത എന്ന് പറഞ്ഞാൽ മുറിച്ചു. ഭാഷയുടെ സൗന്ദര്യമാണ്. അറബിക് ഭാഷ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെയാണ് അത് വിശദമായി ചർച്ച ചെയ്യേണ്ടത്. എന്നാലും ആ വിഷയം അതുകൊണ്ട് ഞാൻ ഒന്ന് സൂചിപ്പിക്കാമെന്ന് പറഞ്ഞു. ഖത എന്ന് പറയും അറബിയിൽ. എന്താർത്ഥം? മുറിച്ചു. ഖത മുറിച്ചു, മാങ്ങ മുറിച്ചു, അല്ലെങ്കിൽ കമ്പ് മുറിച്ചു, അതിനൊക്കെ ഖത എന്ന് പറയും. എന്നാൽ ദൂരം ഖത അൽ മസാഫാത്തിൽ ബഈദ, ഖത അൽ മസാഫത്ത എന്നാണ് പറയും. ദൂരം എന്താ മുറിക്കാറ്? ദൂരം മുറിച്ച് കടക്കുകയാണ്. ദൂരം താണ്ടി മുറിച്ച് കടന്നു എന്നാണ്. അപ്പം മുറിച്ച് കടന്നു എന്നതിനും ഖതഅാണ്, മുറിച്ചു എന്നുള്ളൊരു ഖതഅ. എന്നതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതിവിടെ മാത്രം ഒപ്പിച്ചതല്ല എന്ന് മനസ്സിലാക്കാൻ, സജറയും അങ്ങനെ തന്നെ. അപ്പം ഇവിടെ സജറ എന്ന് പറഞ്ഞാൽ ആട്ട എന്ന അർത്ഥത്തിലല്ല, നമ്മൾ ഈ പറഞ്ഞ ആട്ടി തൊളിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒട്ടകം അതുപോലെയുള്ള സാധനങ്ങൾ അതിനെങ്ങനെ ആട്ടി തൊളിക്കുക, അതാണ് ശരിക്കില്ല അന്തഹു സർബത്തി എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ആശയാർത്ഥത്തിൽ ലാഹത്തമുബിഷേനിക്ക് എന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് ആ ഉദാഹരണം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് തന്നെയാണ് ഈ പ്രയോഗം. ഇപ്പോൾ ഒരു വീട്ടുകാരൻ എവിടേക്കെങ്കിലും പോവുകയാണ്, ഒരു വലിയ കല്യാണത്തിനോ ഒറ്റ പോവുകയാണ്, ഒരു 10 മണിക്ക് പോവുകയാണ് രാവിലെ, ഇനി നാളെ വരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത അയൽവാസിനോട് പറഞ്ഞേൽപ്പിക്കും, ഞങ്ങൾ പോവുക കേട്ടോ, 2 ആടാളുണ്ട്, തൊടൂല കെട്ടിയിട്ടുണ്ട്, ഒരു 4-5 കോഴിക്കളുണ്ട്, ഒന്ന് ആ വൈകുന്നേരം ആകുമ്പോൾ ആ ആടാളി കോഴിക്കളൊക്കെ ഒന്ന് തൊളിച്ച് കൂട്ടിലാക്കണം കേട്ടോ എന്ന് പറയല്ലോ. അതാണ് ഇവിടെ അസ്ജുറു എന്ന് പറഞ്ഞത്. ലാ അന്തഹു സർബക്കി എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യൂല എന്ന് പറഞ്ഞ സ്ഥാനത്താണ്. അതാണ് ലാഹത്തമുബിഷേനിക്ക് എന്ന് പറഞ്ഞത്. ഈ പദത്തിൻ്റെ ഒറിജിനൽ അർത്ഥവും ഉദ്ദേശാർത്ഥവും തമ്മിൽ യോജിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അന്തഹു സർബക് എന്ന് പറഞ്ഞ അർത്ഥം അത് പോയിക്കോ, ധൈര്യം പോയിക്കോ, അതൊക്കെ നമ്മൾ ഏറ്റെടുത്തു, അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട്. ലാ അന്തഹു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യൂല, ലാ അഹ്തമുബിഷേനി. അപ്പോൾ ലാ അഹ്തമുബിഷേനിക്ക് എന്നതാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥം. അപ്പോൾ തൊലാഖിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞതാണെങ്കിൽ തൊലാഖ്, അല്ലെങ്കിൽ ഒരു ദേഷ്യം പിടിച്ചപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചു, തൊലാഖാവൂല. അതാണ് ഇത് തൊലാഖിൻ്റെ സീയയുടെ കിനായത്താണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ ഓക്കെ. ഇനി അടുത്ത പ്രയോഗം, അടുത്ത വാക്ക് അസൂബത്തുണ്ടല്ലോ, വിഭാര്യത്വം, ബി മുഹ്മലത്തിൻ അയില് സുമ്മസായി. അതിൻ്റെ അർത്ഥം പറഞ്ഞാണ് ഉസുബി ഐ മിനസ്സൗജി, ഭർത്താവിൽ നിന്ന് അസൂബ ഇക്കോ അസൂബത്ത്. ഉഗുറുബി ഗറുബ ഖറാബത്ത് എന്ന് പറഞ്ഞാൽ ഏകയാകം. ഈ മുഅ്ജമത്തിൻ ഗൈൻ ഒരു ഉള്ളിൽ, സുമ്മ റാവ് നേരത്തെ മുഹമ്മലത്തും സാവിയൻ, അപ്പോൾ മുഅ്ജമത്തും റാവ്. ഐ സീരി ഗരീബത്തൻ, ഇത് ഗരീബത്തൈക്കോ, ബിലാ സൗജിൻ, ഇതരെ ഇത് ഗരീബത്തായിട്ടില്ല, ഞാനുണ്ടായത് കൂടെ, ഞാനില്ല, ഇത് ഒറ്റക്ക് ഗരീബത്തൈക്കോ എന്ന അർത്ഥം ഉദ്ദേശിച്ച് പറയുമ്പോൾ അത് കിനായത്താണ് തൊലാഖം അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞതായിരിക്കും കണക്കൂട്ടും. ലഹ്വ ദഈനി, എന്നെ വിട്ടാളാം, വദ്യഈനി, എന്നോട് ഇവിടെ പറഞ്ഞോ. അതെപ്പോഴാണ് തൊലാഖിൻ്റെ സീഗാകൽ? ലന്നക്കി മുത്തല്ലഖത്തു എന്ന അർത്ഥത്തിലാകുമ്പോൾ, അല്ലാതെ ഇപ്പോൾ എവിടേക്കോ യാത്ര പോവുകയാണ്, അപ്പോഴും പറയും വദ്യഈനി, എന്നോട് വിദാ പറയാൻ പറയും. അല്ലെങ്കിൽ ഓള് യാത്ര പോകുകയാണെങ്കിലും പറയും, ഓളൊക്കെ യാത്ര പോകുകയാണെങ്കിലും പറയും. പക്ഷെ അപ്പോൾ തൊലാഖല്ല. അതുകൊണ്ടാണ്
അതിനും ആകാം ഇങ്ങനെയും ആകാം. ഇങ്ങനെ ആകലെങ്കിലാ എന്നക്ക് മുത്തല്ലക്കത്തുന്ന എന്ന അർത്ഥത്തിലാണെങ്കിൽ ഇങ്ങനെ ആവും. അപ്പോൾ കിനായത്താണ്. ഔ നഹ്വു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പദങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കിനായത്തുകളെ നമുക്ക് കൃത്യമായി കണക്കാക്കാൻ പറ്റില്ല. ആണ് ഔ നഹ്വു. ഞാൻ നഹ്വിന് വേറെ ഉദാഹരണം പറഞ്ഞില്ല. കതജറദി ഐ മിനൽ സൗജി, ഭർത്താവില്ലാതെ നീ ഒറ്റയ്ക്ക് ജീവിച്ചോ. വതസവ്വദി, തസവ്വദി ഷെയ്ഖാൻ്റെ ഭാഷ പറഞ്ഞാൽ പെട്ടിങ് കിതാബ് എടുത്തോ. തസവ്വദി എന്നാൽ എൻ്റെ സാധനങ്ങൾക്ക് എടുത്ത് പെരേക്ക് വിട്ടോ, അതാണ് സാദൊക്കെ എടുത്ത് പോയിക്കോ എന്ന് പറഞ്ഞാൽ. ഉഖ്റുജി, ഗെറ്റ് ഔട്ട്, കടക്ക് പുറത്ത്. ഉഖ്റുജി, അതൊക്കെ അതുകൊണ്ട് തൊലാക്കാണ് ഉദ്ദേശിച്ചത് എങ്കിൽ തൊലാക്കാവും. അല്ലെങ്കിൽ ചിലപ്പോൾ പറയേണ്ട സാഹചര്യം ഉണ്ടാവും. തൊലാക്ക് തന്നെ ആകണമെന്നില്ല. ഭർത്താവും ഭാര്യ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഭർത്താവിൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ കൂടെ ഒരു പാമ്പും ഇങ്ങനെയാണ് പോകുന്നത്. ഉദാഹരണം അപ്പോഴും പറയില്ല ഇതേ വാക്കായിരിക്കും. മുഹ്റുജി, ആണ് പുറത്തിറങ്ങുന്നത്. അപ്പോഴും പറയില്ല പക്ഷേ അത് തൊലാക്കല്ല. അതാണ് എന്നാൽ ദേഷ്യം പിടിച്ചിട്ട് രണ്ടാളും കൂടെ കച്ചറ തല്ലുമ്പോഴേക്കാണ് അപ്പോഴും പറയല് ഇറങ്ങി പുറത്ത് തന്നെ. അതാണ് തൊലാക്കാണ് ഉദ്ദേശിച്ചതെങ്കിൽ തൊലാക്കാവും, അല്ലെങ്കിൽ അത് തൊലാക്കാവും. ഓക്കെ. സാഫിരി, അടുത്തത് സാഫിരി. നേരത്തെ പറയാൻ പറ്റിക്ക് തവുത്ത് പോയിക്കോ. ലന്നി തൊല്ലത്തു, അങ്ങനെ തൊലാക്കലിക്കുന്നവിടെ പോയിക്കോ എന്ന അർത്ഥത്തിൽ, തൊലാക്കലിക്കുണ്ട് എന്ന അർത്ഥത്തിലാണെങ്കിൽ അതൊക്കെ തൊലാക്ക്. ഓക്കെ. വൽ ഇഅ്താഖു കിനായത്തു തൊലാഖിൻ വഅക്സുഹു. ഇഅ്താഖ് എന്നത് തൊലാഖിൻ്റെ കിനായത്താണ്. നേരെ തിരിച്ചുവാണെന്ന് പറഞ്ഞാൽ തൊലാഖ് എന്നത് ഇഅ്താഖിലും കിനായത്താണ് എന്ന് പറഞ്ഞാൽ ഇത്ക്ക് എന്നത് അടിമയിലാണ്. അടിമയിലെ എത്തുക്കുള്ളൂ, ഭാര്യയിൽ എത്തുക്കില്ല. തൊലാഖ് എന്നത് ഭാര്യയിലേ ഉള്ളൂ, അടിമയിലില്ല. അടിമയില്ല എന്ന് പറഞ്ഞാൽ അടിമയും സയ്യിദും തമ്മിലില്ല എന്നർത്ഥം. ഇവിടെ സയ്യിദാണ് പറയുന്നത്, സയ്യിദാണ് പറയുന്നത്. അല്ലാതെ ആ അടിമ സ്ത്രീനെ വേറൊരാളെ വിവാഹം കഴിച്ചത് ആ കേസല്ല. അത് ഭാര്യയും ഭർത്താവും അതുപോലെ തീരുമാനിച്ചു. ഇവിടെ സയ്യിദ് അടിമ, അവിടെ തൊലാഖില്ല. ഒരു തമ്മിൽ തൊലാഖിൻ്റെ ബന്ധമില്ല. ഒരു ഭർത്താവ് ഭാര്യ അവർ തമ്മിൽ എത്തുക്കുന്നുള്ള പരിപാടിയും ഇല്ല. ഇവിടെ അങ്ങനെ പ്രയോഗിക്കുകയാണ്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് അഅ്തഖ്തുകി എന്ന് പറഞ്ഞു. ആ വാക്ക് ആ മൗദൂഇൽ ഫിറ്റല്ല. ഒരു സയ്യിദ് തൻ്റെ അടിമയോട് തൊല്ലഖ്തുകി, ഒരു പെണ്ണായ അടിമയായിക്കോട്ടെ, തൊല്ലഖ്തുകി എന്ന് പറയുന്നു. തൊല്ലഖ്തുകി എന്നുള്ള വാക്ക് അവിടെ ഫിറ്റല്ല. കാതേരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ തൊല്ലഖ്തുകി എന്നുള്ളത് ഉദ്ദേശിച്ചത് ഇത്തുക്ക് ചെല്ലീനാണ്. അല്ലെങ്കിൽ ഭർത്താവ് പറയണം ഞാൻ അഅ്തഖ്തുകി എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് തൊലാഖല്ലീനാണ്. സ്വീകരിക്കും. ഞാൻ ആ ഉപയോഗിച്ച വാക്ക് അതേപോലെ അവിടെ ഫിറ്റ് ആകണതല്ല, അതുകൊണ്ട് സ്വീകരിക്കും. ലിഷ്തിറാഖിഹിമ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിനായത്തെന്ന് പറയാൻ കാരണം ലിഷ്തിറാഖിഹിമ, ഇഅ്താഖും ത്വലാഖും മുഷ്തറക്കാണ് ഫി ഇസാലത്തിൽ മിൽക്കി, മിൽക്കിനെ നീക്കുന്ന വിഷയത്തിൽ. ഇഅ്താഖ് കൊണ്ട് സംഭവിക്കൽ എന്താണ്? ഈ സയ്യിദിൽ നിന്ന് അടിമയുടെ മിൽക്ക് പോകും. ത്വലാഖ് കൊണ്ട് സംഭവിക്കൽ എന്താ? സൗജിൽ നിന്ന് ഭാര്യയോടെ ഉള്ള ആ പിടുത്തം അത് പോകും, മിൽക്ക് പോകും, ബുദഅമുള്ള പിടുത്തം പോകും. ഫൈദാ ഖാല, ഒരു ഭർത്താവ് പറഞ്ഞാൽ ലി സൗജത്തിഹി, തൻ്റെ ഭാര്യയോട് അഅ്തഖ്തുകി എന്ന് പറഞ്ഞാൽ, ഔ അന്തി ഹുറത്തുൻ എന്ന് പറഞ്ഞാൽ, ഭാര്യയോട് പറയാം, സ്വന്തം ഭാര്യയോട് അഅ്തഖ്തുകി അല്ലെങ്കിൽ അന്തി ഹുറത്തുൻ എന്നൊക്കെ പറയണം. വനവത് ത്വലാഖ, ത്വലാഖ് ഉദ്ദേശിക്കുകയും ചെയ്താൽ ത്വലാഖ് സംഭവിക്കും. കാരണം ആ ഉപയോഗിച്ച പദം അതേപോലെയാണ്, ഫിറ്റല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കും. വൈദാ ഖാല, ഒരു സയ്യിദ് പറഞ്ഞാൽ ലിഅബ്ദിഹി, തൻ്റെ അടിമയോട് പറഞ്ഞാൽ ത്വല്ലഖ്തുക എന്നുമാകാം. അങ്ങനെ അബ്ദൽ അമത്താണെങ്കിൽ ത്വല്ലഖ്തുകി തന്നെ പറയാം. ഈ ത്വലാഖ് എന്ന പദം അടിമയുടെ കേസിൽ ഉപയോഗിക്കുന്നു. വനവൽ ഇത്ഖ, എന്നിട്ട് ഇത്ഖ് ഉദ്ദേശിക്കുന്നു. ഉപയോഗിച്ച പദം ത്വലാഖ്, ഉദ്ദേശം വേറൊന്നാക്കിയ കുഴപ്പമില്ല. കാരണം ഈ ത്വലാഖ് എന്ന പദം ഫിറ്റല്ല, അതുകൊണ്ട് ഞാൻ ഇത്ഖ് ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ഇത്ഖ, അടിമ ഇത്ഖ് സംഭവിക്കുകയും ചെയ്യും. വലൈസ ത്വലാഖു കിനായത്ത, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അവിടെ നമുക്ക് കിടക്കുന്നില്ല.
ഇനി നമ്മൾ അന്ത്യ അലയ്യ ഹറാമൻ അല്ലെങ്കിൽ ഹറം തുക്കി തുടങ്ങിയ ചർച്ചയാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞത്. ചെറിയൊരു ഗ്യാപ്പ് വന്നിരുന്നല്ലോ. ഈ വിഷയത്തിൽ കൊണ്ട് തന്നെ വരിക. അന്ത്യ അലയ്യ ഹറാമുൻ അല്ലെങ്കിൽ ഹറം തുക്കി പോലെയുള്ള പദങ്ങളെ കാലഹു അന്ത്യ അലയ്യ ഹറാമുൻ ഔ നഹവഹു ഹറം തുക്കി തുടങ്ങിയ പദങ്ങളൊക്കെ അമത്തിഹി തൻ്റെ അടിമ സ്ത്രീയോട് പറഞ്ഞാൽ, അടിമ സ്ത്രീ, അപ്പോൾ ഒരാൾക്ക് അടിമ സ്ത്രീ ഉണ്ട്, ആ അടിമ സ്ത്രീയോട് അന്ത്യ അലയ്യ ഹറാമുൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹറം തുഹി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹറം തുഹ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വ നവാ ഇത്ഖൻ, അതുകൊണ്ട് ഇത്ഖ് ഉദ്ദേശിക്കുകയും ചെയ്താൽ, അതുകൊണ്ട് ഇത്ഖ് ഉദ്ദേശിച്ചു അന്ത്യ അലയ്യ, ഞാൻ ഇത്ഖാണ് ഉദ്ദേശിച്ചത് എന്നാൽ തബത്ത ഇത്ഖ് സ്ഥിരപ്പെടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ഖ് ഒരു എഴുത്തുക്ക് അടിമ മോചിതനാകാനുള്ള അല്ലെങ്കിൽ അടിമസ്ഥയാണെങ്കിൽ മോചിതയാകാനുള്ള ഒരു ചാൻസ് ചെറിയൊരു ഒരു ലൂപ്പ് ഹോള് ഉള്ളൊരു സ്ഥലത്ത് ശരീരത്ത് അത് നിലനിർത്തും. അത് ശരീരത്തിൻ്റെ ഒരു ഇൻറ്റൻഷനാണ്, ക്ലിയർ ഇൻറ്റൻഷൻ. എഴുത്തുക്കാകാനുള്ള ഒരു ചാൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുത്തുക്കാവുന്ന ശരീരത്തിൽ കാണും, അവിടെ എഴുത്തുക്കാവും. സ്വന്തം അടിമയോട് അന്ത്യ അലയ്യ ഹറാമുൻ എന്ന് പറഞ്ഞാൽ എത്തുക്ക് ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ എത്തുക. ഔ ത്വലാഖൻ ഔ ലിഹാറൻ, ത്വലാഖോ ലിഹാറോ ഉദ്ദേശിച്ചാൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം ആരോടാണ്? സ്വന്തം അടിമയോടാണ്, സ്വന്തം അടിമ സ്ത്രീ. അപ്പോൾ സയ്യിദാണ് പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞു സയ്യിദും അമത്തും തമ്മിൽ ഒരു ത്വലാഖ് ലിഹാറിൻ്റെ ബന്ധമില്ല. ത്വലാഖ് ലിഹാർ ഭാര്യയായിട്ടുള്ള ബന്ധമാണ്, ഇത് ഭാര്യയായിട്ടല്ല കിടക്കുന്നത്. ത്വലാഖോ ലിഹാറോ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ലഹാ, ലഹുവോ, ഇത് കാര്യമില്ല. എന്തുകൊണ്ട്? ഇത് ലാ മജാല ലഹൂഫിൽ അമത്തി, ത്വലാഖ് ലിഹാർ ഇതിനൊന്നും അമത്തിൽ ഒരിടം ഇല്ല. അമത്തിൽ ആ പരിപാടിയില്ല, ത്വലാഖില്ല അല്ലെങ്കിൽ ലിഹാർ ഇങ്ങനെ പരിപാടി അമത്തിലില്ല. ഇനി അവിടെ ഔ തഹരീമ ഐനിഹ, നമ്മൾ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞ ഓരോ വിഷയങ്ങളുണ്ട്, അത് ഇവിടെയും പറയാം. അടിമസ്ത്രീ ആയാൽ എന്താ സംഭവിക്കുക എന്ന് പറയാം. ഔ തഹരീമ ഐനിഹ, അവളുടെ ദാത്ത് ഉദ്ദേശിച്ചു. ഭാര്യയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ദാത്ത് ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫർജ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ, വത്ത് ഇതൊക്കെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിരുന്നു. അത് ഹറാമാകൂല, കഫാറത്ത് യമീൻ വേണം. ഒരു ഉദ്ദേശം ഇല്ലാതിരുന്നാലും അങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഔലാനിയത്ത ലഹു, നമുക്കൊരു ഉദ്ദേശമില്ല എന്നാൽ ഫക്കസ് സൗജത്തി, ഭാര്യയോട് അങ്ങനെ പറഞ്ഞാൽ, തൊട്ട് മുമ്പത്തെ പേജിൽ പറഞ്ഞ വിഷയം വിശദീകരിക്കണില്ല. ഫീമാ തഖദ്ദമ, എന്നാലും ഇത് വിശദീകരിച്ച് തന്നെയുണ്ട്. ഫലാ തഹറുമു അലൈഹി, ആ അമത്ത് അവൻ്റെ മേൽ ഹറാമാകൂല. വയൽസമുഹു കഫാറത്തു യമീനിൻ, ഒരു യമീൻ്റെ കഫാറത്ത് കൊടുക്കണം. ഖത്അൻ ഫിൽ ഊല, ഐന് തഹരീമുൽ ഐൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊടുത്ത് എതിരഭിപ്രായമില്ല. അപ്പോൾ ഒരു ദാത്ത് ഞാൻ ഹറാമാക്കി എന്നാണ് പറഞ്ഞത്, എന്നാൽ കഫാറത്തു യമീന് വേണമെന്ന വിഷയത്തിൽ എതിരഭിപ്രായമില്ല. അതാണ് ഫിൽ ഊല എന്ന് പറഞ്ഞത്. അപ്പോൾ തഹരീം ഐലിഹ എന്നുള്ളത്. അപ്പോൾ അലൽ അൽഹരി ഫി സാനിയത്തി, ഒന്നും ഉദ്ദേശിച്ചില്ലെങ്കിൽ മേലെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം കഥാ എന്നാ പറഞ്ഞു. ഇതാലും തക്കും നിയ്യത്തും ഫിൽ അൽഹരി, ഒരു ഉദ്ദേശമില്ല. അടിമസ്ത്രീയുടെ അന്ത്യ അലയ്യ ഹറാമുന്നർ അല്ലെങ്കിൽ ഹറം തുക്കിയാണ്, ഇതെന്താ ഉദ്ദേശം? ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ അൽഹർ ആയ അഭിപ്രായ പ്രകാരം അതാണ് ഫിത്താനിയത്തി ഔലാനിയ്യത്ത ലഹു എന്നുള്ളടുത്ത് അൽഹർ പ്രകാരം എന്തുണ്ടാവും? കഫാറത്ത് യമീൻ കൊടുക്കണം. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഭാര്യയെക്കുറിച്ച് പറഞ്ഞ പോലെയല്ല. വഖീല ഖത്അൻ, അടിമ സ്ത്രീയോട് ഒരു നിയ്യത്തുമില്ലാതെ ഒരു കരുത്തുമില്ലാതെ ഹറം തുക്കിന്നോ അന്ത്യ അലയ്യ ഹറാം എന്നൊക്കെയാണ് പറഞ്ഞു. ഇതെന്താ ഉദ്ദേശിച്ചു? ഒന്നും കരുതിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഭാര്യയോട് പറഞ്ഞ പോലെയല്ല. ഭാര്യയോട് പറഞ്ഞ അവിടെ ഖിലാഫുണ്ട്, കഫാറത്ത് യമീൻ കൊടുക്കണം. ഇവിടെ ഖിലാഫ് എന്നല്ല, ഇവിടെ അവിടെ ഖത്ത് ആണ് എന്നൊരു അഭിപ്രായമുണ്ട്. എന്താ കാരണം? അന്നൽ അമത്ത ഹിയൽ അസ്ലു ഫി ഉറൂദിൽ ആയത്തി സാബിഖ, കഫാറത്ത് വേണമെന്നതിൻ്റെ തെളിവ് ഒരു നേരത്തെ പറഞ്ഞ ആയത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മാരിയത്തുൽ ഖിബ്തിയയും ഹഫ്സ റളിയല്ലാഹു അൻഹയും തമ്മിലൊക്കെയുള്ള ഇറങ്ങിയ ആയത്ത്. ആ ആയത്ത് ഇറങ്ങിയത് ഒരു അടിമസ്ത്രീയുടെ വിഷയത്തിലാണ്. അതുകൊണ്ട് അടിമസ്ത്രീയുടെ വിഷയത്തിലാണ് ആയത്തന്നെ ഇറങ്ങിയത്. അതുകൊണ്ട് യമീനിൽ കഫാറത്ത് യമീന് വേണമെന്നുള്ള വിഷയത്തിൽ എതിരഭിപ്രായമില്ല, അവിടെ ഖത്ത് ആണ് എന്നൊരു കീഴുണ്ട്. മുഴുത്തമത് അഭിപ്രായ പ്രകാരം ദിയത്തില്ലെങ്കിൽ രണ്ട് അഭിപ്രായമുണ്ട്. അദ്ഹർ അനുസരിച്ച് കഫാറത്ത് വേണം.
വലൗ ഖാല ഹാദ തൗബു, ഇനി ഒരാൾ പറഞ്ഞാൽ, ഏതായാലും കഫാറത്ത് യമീനിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടുതൽ മസല പറയാണ്, ത്വലാഖായിട്ട് ബന്ധമൊന്നുമില്ല. ഹാദ തൗബു അവിത്വാമു അവിൽ അബ്ദു ഹറാമുൻ അലയ്യ, എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടായിട്ടുണ്ടാവും, ചില ചൊറിച്ചിലോ എന്തോ ആവട്ടെ, ഈ വസ്ത്രം അല്ലെങ്കിൽ ഈ ഷവർമ്മ, ഉദാഹരണം ഷവർമ്മ എൻ്റെ പേരിൽ ഹറാമാണ്, അല്ലെങ്കിൽ ചിക്കൻ ഞാൻ ഹറാമാക്കിയാണ്, അവിൽ അബ്ദു ഈ അടിമ എനിക്ക് ഹറാമാക്കിയാണ്. ഇത് ലഹ്വൻ. എന്താ കാരണം? ഇത് ഹറാമാക്കാൻ എനിക്ക് അധികാരമില്ല. ഹലാൽ ഹറാമൊന്നും ഇവനാക്കരുത്. ലേ അന്നഹു ഗൈറു ഖാദിറിൻ അലാ തഹരീമിഹി, ഇത് ഹറാമാക്കാൻ അവനക്ക് എന്താ അധികാരം? ഞാൻ ധരിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഹറാമാക്കാൻ പറ്റും. ഇത് ഖിലാഫി സൗജത്തി. നേരെ കുറച്ച് ഭാര്യ അങ്ങനെയല്ല, അത് ഇടപെടലുള്ള വിഷയമാണ്. ഹറാമാക്കാൻ പിന്നെ ഹറാമാക്കാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. കുതിരത്തോ തൊലാക്കൽ ഇതൊക്കെ ഹറാമാവും. ഖാദിറാണോ? ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അവർക്ക് കുതിരത്തില്ല വിഷയത്തിൽ. പിന്നെ ഖിലാഫി സൗജത്തി വൽ അമത്തി ഫഇന്നഹു ഖാദിറുൻ അലാ തഹരീമിഹിമ, സൗജത്തിനെ ഹറാമാക്കാൻ പറ്റും. ബിത്വലാഖി വൽ ഇത്ഖി, അമത്തുമക്ക് ഇതാക്കാം. അമത്താവുമ്പോൾ ഇത്ഖല്ലേ അവർക്ക് ഹറാമായി, ഭാര്യയാണെങ്കിൽ തൊലാഖല്ലേ അവർക്ക് ഹറാമായി. അപ്പോൾ തഹരീമ പിന്നെ ഖാദിറാണ്. തൗബ് അല്ലെങ്കിൽ മറ്റേ ഭക്ഷണം അതിലൊന്നും എനിക്ക് തഹരീമിന് കുതിരത്തും എനിക്കില്ല, അതുകൊണ്ട് ഹറാമാവില്ല. അവിടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.